നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 18-ാം തീയതി, 1200-ാം ആണ്ട് മീനമാസം 4-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ദിവസം വന്നിരിക്കുന്നത്. ചൊവ്വ നമുക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളെ തരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് വണ്ടി ഓട്ടിക്കുന്നിടത്ത് സൂക്ഷിക്കണം. ചെറിയ തട്ടൽ, വഴക്ക്, അത് പ്രശ്നങ്ങളൊക്കെ വരാം. അതുപോലെ ഓരോ ആളുകളുമായിട്ട് സംസാരിക്കുന്നിടത്ത് വളരെ സൂക്ഷിക്കണം. ശത്രുക്കളെ ധാരാളം വർദ്ധിപ്പിച്ചു തരുന്ന ഗ്രഹമാണ് ചൊവ്വയായതുകൊണ്ട് മേലുദ്യോഗസ്ഥർക്ക് കീഴുദ്യോഗസ്ഥരുടെ പീഡനം ഉണ്ടാവും, കീഴുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ പീഡനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ സംയമനം പാലിച്ച് പോവേണ്ട ദിവസമാണ്. അപ്പം പ്രത്യേകിച്ച് ഓരോ കാര്യത്തിനും എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എല്ലാത്തിനെയും ക്ഷമയോടുകൂടി നമ്മൾ ശ്രദ്ധിച്ച് ഇന്നത്തെ ദിവസം കൊണ്ടുപോകണം. പക്ഷേ ചോതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മീനമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. കാരണം ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്ന് പറയാൻ കാരണം, നിങ്ങൾ ചൊവ്വ അഗ്നികാരകനാണ്, തീപ്പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയാൽ അപകടം വരാം, സർജറിക്ക് വിധേയമാവാം, അതുപോലെ ആക്സിഡൻ്റ് ഉണ്ടാവാം, ഒടിവ് ചതവ് മുറിവൊക്കെ ഉണ്ടാവാം, കേസ് വഴക്കുകൾ വരാം. പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട് ബൗണ്ടറി പ്രശ്നം, അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട് കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാവാം. സഹോദര കാരകത്വം വഹിച്ച ഗ്രഹവും കൂടി ആയതുകൊണ്ട് സഹോദരങ്ങളുമായിട്ട് വളരെ, അല്ലെങ്കിൽ സഹോദര തുല്യരുമായിട്ട് തെറ്റലിലൊക്കെ പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. നമുക്കിതിനെ പരിഹാരം ചെയ്ത് കൊണ്ടുപോകണം. എന്തിനും പരിഹാരമുണ്ട്. ആര് ചെയ്യണം? അവരവർ വിചാരിച്ചാലേ പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും പരിഹാരം ചെയ്ത് നമ്മളെ ദോഷം മാറ്റിത്തരുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് മണ്ടത്തരമാണ്. അവരവർ പരിഹാരം ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് ചൊവ്വാഴ്ച ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. പറ്റുമെങ്കിൽ മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവയിലേതെങ്കിലും ചെയ്യണം. അതുപോലെ നമുക്കൊരു ചൊവ്വാ കവചം, സുബ്രഹ്മണ്യ യന്ത്രം, അപകടങ്ങളോ മറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടി ശരിക്കും മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. ഇതൊക്കെ നമ്മളുടെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സഹായിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും സൂക്ഷിക്കണം. ശരിക്കും 3 മണി മുതൽ 4:30 മണി വരെ രാഹുകാലമെന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരിക്ക് 4:30 വരെ അല്ല രാഹുകാലം. രാഹുകാല സമയം തുടങ്ങുന്നത് തന്നെ 3:32 തുടങ്ങുകയുള്ളൂ. 5:02 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും സൂക്ഷിക്കണം. ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 12:33 തൊട്ട് 2:02 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9:33 തൊട്ട് 11:03 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ. കാരണം നമ്മൾ പല വഴികളിൽ സഞ്ചരിക്കുന്നവരാണ്. ഒരു കമ്പനിയായിട്ട് ഇന്ന് ചിലപ്പോൾ ഡോക്യുമെൻ്റ് ഒപ്പുവയ്ക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ അവർ അനുവദിക്കണമെന്നില്ല എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:09 തൊട്ട് 12:57 വരെയാണ്. ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരമേ ഉള്ളതേ ഉള്ളൂ. എന്തായാലും 44 മിനിറ്റ് നേരം നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്നും നമ്മൾ രാവിലെ എണീറ്റ് ഓരോ കാര്യത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴാവട്ടെ റെഡ് കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക, ചുവപ്പ് കളറ് ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടും കയ്യിൽ ധരിക്കുക, അല്ലെങ്കിൽ ഒരു പൊട്ടായിട്ടെങ്കിലും തൊടുക. ഇതൊക്കെ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യുകയും നമ്മളിലേക്കുള്ള നെഗറ്റീവിനെ പുറന്തള്ളുകയും ചെയ്യും. ഇന്നത്തെ ദിവസവും എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.